ട്രയംഫ് അക്കാഡമിയുടെ മാത്സിലെ ട്രിക്സ് ആൻഡ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 ടേംസ് തന്നിട്ടുണ്ടായിരിക്കും. അതിൽ നിന്നും ഫസ്റ്റ് ടേമോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടേംസ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള കണക്കാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ടൈപ്പാണിത്. അതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 19, 28, 37 എന്നുള്ള സീരീസാണ്. ഇതിന് മെയിനായിട്ട് ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന ടേമാണ് നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്കറിയാം ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 19 ആണ്, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 28 ആണ്, ആൻഡ് തേർഡ് ടേം ഈസ് 37. എങ്കിൽ ക്വസ്റ്റ്യൻ 10th term of the arithmetic sequence is 46 and its 11th term is 51. What is the first term? ഓക്കെ, അപ്പോൾ ഇവിടെ 10th term 11th term ആണ് പറഞ്ഞത്. 10th term എന്ന് പറയുന്നത് 46ഉം 11th term 51 ആണെങ്കിൽ ഫസ്റ്റ് ടേം എന്തായിരിക്കും അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ കോൺസെപ്റ്റ് ലെവലും നമുക്ക് ഇക്വേഷൻ ലെവലും പറയുകയാണ്. കോൺസെപ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10ാമത്തെയും 11ാമത്തെയും പൊസിഷനിൽ വരുന്ന ആൾക്കാരാണ് 46ഉം 51ഉം. അങ്ങനെ നോക്കുമ്പോൾ പൊസിഷൻ്റെയും നമ്പറിൻ്റെയും ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കാം. പൊസിഷൻ്റെ ഡിഫറൻസ് 11 - 10ഉം നമ്പറിൻ്റെ ഡിഫറൻസ് 51 - 46ഉം ആണ്. നമുക്ക് 1, 5 എന്ന റെസ്പെക്റ്റീവ്ലി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 11ന് ശേഷമല്ല നമ്മൾ നോക്കേണ്ടത്, 10ന് മുന്നിലോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 10ഉം 1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് കണക്കാക്കുക. 10ഉം 1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 9 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട്. 9 5 ടൈംസ് പോയാലേ അവിടുത്തെ കോമൺ ഡിഫറൻസ് കറക്റ്റ് ആവും. അപ്പോൾ 9 5 ടൈംസ് പോകാമെന്ന് വെച്ചാൽ 45 ആകുക. അപ്പോൾ നമുക്കറിയാം 10ൻ്റെ ടേം എന്ന് പറയുന്നത് 46 ആണ്. അപ്പോൾ 46 മൈനസ് എത്ര ദൂരം അതിന് ഫസ്റ്റ് എത്തേണ്ടതുണ്ടല്ലോ, ഫസ്റ്റ് ടേം ആവേണ്ടതുണ്ടെന്ന് നോക്കുമ്പോൾ 45. 46 - 45 = 1. നമുക്കവിടെ ആൻസർ കിട്ടി കോൺസെപ്റ്റ് വൈസിലേക്ക്. എങ്കിൽ ഇക്വേഷൻ വേ പോകുന്ന അല്ലെങ്കിൽ അത് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ആ മീഡിയം കൂടെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഇക്വേഷൻ മീഡിയം വെച്ചാണ് നമ്മൾ ചെയ്യണമെങ്കിൽ T10 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം A+90. അതിനോട് ചെറിയൊരു ബോക്സ് നമ്മൾ കാണിക്കുന്നുണ്ട്. T2 = A+D and T3 = A+2D, T4 = A+3D and T5 = A+4D. അതായത് ഏതൊരു ടേം തന്നാലും അതിൻ്റെ ഡിയുമായിട്ട് ചേർത്ത് എഴുതുമ്പോൾ നമുക്ക് ഒരു ടേം കുറച്ച് എഴുതിയാൽ മതിയാവും. 2 ആണെങ്കിൽ 1 എഴുതുക, 3 ആണെങ്കിൽ 2 ആയിട്ട് എഴുതുക, 4 ആണെങ്കിൽ 3 ആയിട്ട് എഴുതുക, അങ്ങനെ ചെയ്ത് പോയാൽ മതി. അങ്ങനെയാണ് T10 വരുമ്പോൾ A+90യും 11 വരുമ്പോൾ A+10Dയും ആണ്. അപ്പോൾ അവരുടെ വാല്യൂസ് അറിയാം 46ഉം 50ഉം ആണ്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതിക്കൂടെ 10A + 90D = 460 and 9A + 90D = 459. ഇതെങ്ങനെ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ ആവശ്യം എ ആണ്. ഒരിക്കലും എയെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞുകൊണ്ട് ഈ കണക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫസ്റ്റ് ടേമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ബുദ്ധിപൂർവ്വം ഡിലീറ്റ് ചെയ്യേണ്ട ഒരു പോർഷനുണ്ട്, അതാണ് ഡി. ആ ഡി നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ 9, 10 എന്ന് പറയുന്ന ഒരിക്കലും ഒരു കോമൺ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റിയൊരു സംഖ്യയല്ല. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്യുക, ആ നമ്പറുകളൊന്ന് ഷഫിൾ ചെയ്തിട്ട് കൊടുത്താൽ മതി. അതായത് 9നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ, 10നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ 90 എന്ന് പറയുന്ന 2 നമ്പർ വന്ന് ക്യാൻസലായി പോവുകയും എ മാത്രം അവശേഷിക്കുകയും ചെയ്യും. ഇനി 10ൽ നിന്ന് 9 കുറച്ചാൽ 1, 460ൽ നിന്ന് 451 കുറച്ച് കഴിഞ്ഞാൽ 59 കുറച്ച് കഴിഞ്ഞാൽ 1. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് ഒരു ആൻസർ തന്നെയാണ് നമുക്ക് ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് കോൺസെപ്റ്റ് ലെവൽ ചെയ്താൽ 1 തന്നെ കിട്ടി, ഇക്വേഷൻ ലെവൽ ചെയ്താൽ 1 തന്നെ കിട്ടി. ഇത് കോൺസെപ്റ്റിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അറിയേണ്ടത് പൊസിഷൻ്റെയും നമ്പറിൻ്റെയും ഡിഫറൻസ് എടുത്ത് മനസ്സിലാക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന നമ്പറുമായി ഏറ്റവും അടുത്ത് ബന്ധമുള്ള ടേമിനെ കണ്ടുപിടിക്കുക. ആ ടേമിൻ്റെ ഡിസ്റ്റൻസ് വെച്ച് വേണം അതിന് എത്രത്തോളം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. അതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം, നമ്മൾ കണക്കിലേക്ക് കടക്കുക. ആ ഡിസ്റ്റൻസ് വെച്ചിട്ട് അതിൽ നിന്ന് എത്ര കുറയ്ക്കണമെന്ന് നോക്കി വേണം ബാക്കി ചെയ്യാൻ. അത് കോൺസെപ്റ്റ് ഇക്വേഷൻ ലെവൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ A+90 ഒരു ഡി കുറച്ച് ഒരു നമ്പർ കുറച്ചിട്ട് ഡിയിൽ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചേർത്ത് കൊടുത്ത ശേഷം ടാലി ആക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഡിയും എയും നമുക്ക് തന്നിട്ടുണ്ട്. ഡിയെ കണ്ടുപിടിക്കാൻ വേണ്ടി ഡിയെ റിമൂവ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് ഇക്വേഷൻ വേ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ചേഞ്ച് ഇൻ പൊസിഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും ഒരിക്കലും മറക്കരുത്. താങ്ക് യു.